ഹായ് മക്കളെ, +2 ബയോളജിയിലെ ഒരു അടിപൊളി ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അഥവാ വെനറൽ ഡിസീസസ് അഥവാ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്. അതായത് സെക്ഷൽ കോൺടാക്റ്റിലൂടെ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന അസുഖങ്ങൾ. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന അസുഖം ഓഫ് കോഴ്സ് എയ്ഡ്സ് തന്നെ ആയിരിക്കും അല്ലെ, അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഇത് തന്നെയായിരിക്കും മിക്കവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷെ ഇത് മാത്രമാണോ ഇതിനകത്തുള്ളത്? അല്ല, there are number of diseases. അത് പഠിക്കാനാണല്ലോ ഇങ്ങനെ ഒരു ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു ടോപ്പിക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് STI എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നത് അതറിയണ്ടേ നമുക്ക്? ഇതിനകത്ത് എയ്ഡ്സ് ഉണ്ട്, സിഫിലിസ് ഉണ്ട്, ഗൊണേറിയ ഉണ്ട്, അതുപോലെ ജെനിറ്റൽ ഹെർബ്സ് ഉണ്ട്, ജെനിറ്റൽ വാർഡ്സ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്, ട്രൈക്കോമോണിയാസിസ് ഉണ്ട്. സോ there are number of diseases. ഇതെല്ലാം സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആണ്. പക്ഷെ ഇതിനകത്ത് എയ്ഡ്സ് ആയാലും ഹെപ്പറ്റൈറ്റിസ് ബി ആയാലും ഇത് രണ്ടും സെക്ഷലി മാത്രമല്ല വരുന്നത്, മറ്റു വഴികളിലൂടെയും വരാവുന്ന അസുഖമാണ്. ഇതില് വളരെ ഡേഞ്ചറസ് നമ്മൾ എന്താ പറയുക, ജീവഹാനി സംഭവിക്കുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞിട്ടാണല്ലോ സാധാരണ എയ്ഡ്സിനെ നമുക്ക് അത് ക്യൂറബിൾ അല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സാധാരണ എയ്ഡ്സിനെ ഇത്രയും പേടിക്കുന്നത്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അങ്ങനെ നമ്മൾ പേടിക്കേണ്ട 3 അസുഖങ്ങളുണ്ട്. അതായത് ഒന്ന് എയ്ഡ്സ് തന്നെയാണ്, രണ്ടാമത്തെ ഹെപ്പറ്റൈറ്റിസ് ബി, മൂന്നാമത്തെ ജെനിറ്റൽ ഹെർബ്സ്. ഇത് 3ഉം ക്യൂറബിൾ അല്ല. അപ്പോൾ ആദ്യമേ നിങ്ങൾ കണ്ടെത്തി ചികിത്സിക്കാൻ ശ്രമിച്ചാലും ഈ 3 അസുഖങ്ങൾ നിങ്ങൾക്ക് ക്യൂർ ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കില്ല. അതേസമയം അതിനുശേഷം വരുന്ന നമ്മുടെ ട്രൈക്കോമോണിയാസിസ് ആയാലും ജെനിറ്റൽ വാർഡ്സ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ക്ലാമിഡിയാസിസ് ആയാലും സിഫിലിസ് ആയാലും ഈ അസുഖങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യമേ കണ്ടെത്തി നിങ്ങൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ ഒരു ഡിസീസിന്റെ കാറ്റഗറി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്. യെസ്, ഇപ്പൊ നമ്മൾ അസുഖങ്ങളെ കുറിച്ചും ആ ലിസ്റ്റും അല്ലെങ്കിൽ അതിന് ക്യൂറബിൾ ആണോ നോൺ ക്യൂറബിൾ ആണോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലെ. അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ്. ഓഫ് കോഴ്സ് നമ്മൾ പറയാറുണ്ട്, എന്താ പറയാ, അസുഖം വരുന്നതിനേക്കാൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. അറിഞ്ഞൂടാത്ത ആൾക്കാരുമായിട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരുമായിട്ടോ ഒരിക്കലും സെക്ഷൽ കോൺടാക്റ്റിൽ ഏർപ്പെടരുത്. രണ്ടാമത്തെ കാര്യം, സെക്ഷൽ കോൺടാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് യു മസ്റ്റ് യൂസ് കോണ്ടംസ്. മൂന്നാമത്തേതും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ജനറൽ സിംറ്റംസ് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് കൺസൾട്ട് എ ക്വാളിഫൈഡ് ഡോക്ടർ. ഒന്നുകൂടി എടുത്തു പറയുന്നു, ക്വാളിഫൈഡ് ഡോക്ടർ. ഓക്കെ, ഇതിനെക്കുറിച്ച് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു ഡോക്ടറെ തന്നെ പോയി കാണണം. കാരണം ഇതിനകത്ത് കുറെ ആശന്മാര് വ്യാജ ഡോക്ടർമാരൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഇതിന്റെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ തന്നെ എന്ത് ചെയ്യുക, പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഡൗട്ട് ഉണ്ട്, ഈ ജനറൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെ നമ്മളത് മനസ്സിലാക്കുക? ജനറൽ സിംറ്റം വന്നാലല്ലേ നമുക്ക് ഡോക്ടറിനെ പോയി കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ജനറൽ സിംറ്റംസ്? പ്രധാനമായിട്ടും വരുന്ന ജനറൽ സിംറ്റം എന്ന് പറയുന്നത് ഒന്ന് ഇച്ചിങ് ആണ്, ചൊറിച്ചിൽ ഉണ്ടാകുക, ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടാകുക, ചെറിയ രീതിയിലുള്ള സ്വെല്ലിങ്സ്, ഒരു കഴല പോലെയൊക്കെ ഉണ്ടാകുക, അതുപോലെ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ പെയിൻ ഉണ്ടാകുക. ഇതൊക്കെയാണ് ഇതിന്റെ ജനറൽ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി ഇത് വച്ചുകൊണ്ടിരുന്ന സ്വാഭാവികമായിട്ട് നമുക്ക് സിംറ്റംസ് വളരെ സിവിയർ ആവും. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് അഥവാ PID എന്ന് പറയുന്ന നമ്മുടെ ഉൾഭാഗത്ത് നമ്മുടെ സെർവിക്സ് ആ റീജിയനിലൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഇതൊക്കെ ഭയങ്കരമായിട്ട് പെയിൻ ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അത് വരും. അതുപോലെ തന്നെ ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റിക്ക് ഇത് ലീഡ് ചെയ്യും, ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് ഇത് ലീഡ് ചെയ്യും. സോ അങ്ങനെയൊക്കെ സിവിയർ കണ്ടീഷനിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസും ഉണ്ടാകാറുണ്ട്. സോ ഇതൊക്കെയാണ് അതിന്റെ ജനറൽ സിംറ്റംസും അതുപോലെ തന്നെ സിവിയർ കേസിലുള്ള സിംറ്റംസും. അപ്പോൾ മക്കളെ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്നത് പോലെ ഈ STIs വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റുന്ന അസുഖങ്ങളും മാറാൻ പറ്റാത്ത അസുഖങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രീതിയിലും ഈ STI വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എപ്പോഴും എടുക്കുക. ഇതുപോലെയുള്ള ടോപ്പിക്സും ഇതിന്റെ ഇതുപോലുള്ള ക്ലാസ്സസും മുഴുവൻ ഈ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി നമ്മുടെ ആപ്പിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇനിയും മടിച്ചു നിൽക്കാതെ എത്രയും വേഗം നിങ്ങൾ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ചാപ്റ്റർ ഒക്കെ സെറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു ടോപ്പിക്കിന്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Till then, bye.